നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏഴിലം പാലയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. പാശ്ചാത്യർക്ക് സാത്താൻ്റെ മരവും ഹിന്ദുക്കൾക്ക് യക്ഷിഭൂതാദികളുടെ ആവാസ സ്ഥാനവുമാണ് ഏഴിലം പാല. അപ്പോസൈനേസിയ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം അൽസ്റ്റോണിയ സ്കൊളാരിസ് എന്നാണ്. സ്കൂളിലെ ബ്ലാക്ക് ബോർഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് സ്കൊളാരിസ് എന്ന നാമം ഈ സസ്യത്തിന് ലഭിച്ചത്. സംസ്കൃതത്തിൽ സപ്തച്ഛത, സപ്തപർണ, ശ്രീപർണ, സ്നിഗ്ധപർണ, ഗന്ധപുഷ്പ എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ഈ സസ്യത്തിനെ യക്ഷിപ്പാല, മംഗലപ്പാല, മുക്കംപാല എന്നെല്ലാം വിളിക്കുന്നു. ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിലെ നാട്ടിൻപുറത്തും ഇലപൊടിയും കാടുകളിലും നിത്യഹരിതവനങ്ങളിലും ധാരാളമായി കണ്ടുവരുന്ന ഈ സസ്യത്തിന് 18 മുതൽ 25 മീറ്റർ വരെ ഉയരം വരും. ഇതിൻ്റെ തൊലിയിലും ഇലകളിലും വെളുത്ത പാൽക്കറയുണ്ട്. രാത്രിയിൽ പുഷ്പങ്ങൾ വിടരുമ്പോൾ ഉണ്ടാകുന്ന രൂക്ഷഗന്ധം വളരെ ദൂരെ വരെ എത്തുന്നു. സാധാരണയായി ശാഖകളിലെ പർവ്വസന്ധികളെ ചുറ്റി 7 ഇലകൾ കാണപ്പെടുന്നു. അപൂർവമായി 5 മുതൽ 11 വരെ ഇലകളും കാണുന്നുണ്ട്. ഇലകൾക്ക് കടും പച്ച നിറമാണ്. താഴ്ഭാഗത്ത് ഇളം മഞ്ഞ നിറവും. 6 മുതൽ 18 സെൻറ്റിമീറ്റർ വരെ നീളം വരുന്ന ഇലകൾ ദീർഘാകാരത്തോടു കൂടിയതും കൂർത്ത അഗ്രമുള്ളവയുമാണ്. തീരെ ചെറിയ പൂക്കൾക്ക് ഇളം പച്ച കലർന്ന മങ്ങിയ മഞ്ഞ നിറമാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഈ വൃക്ഷത്തിൽ പുഷ്പങ്ങൾ ഉണ്ടാകുന്നത്. ഫലം പെൻസിൽ വണ്ണത്തിൽ 1/2 മീറ്ററോളം നീളത്തിൽ നീണ്ടതാണ്. ഇതിനുള്ളിൽ നിരനിരയായി അടുക്കിയിരിക്കുന്ന വിത്തുകൾക്ക് ജീവനക്ഷമത വളരെ കുറവാണ്. ഡൈറ്റാമിൻ, എക്കിറ്റാമിൻ തുടങ്ങിയവയാണ് ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ. ഇല, തൊലി, പാൽക്കറ എന്നിവയാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഈ സസ്യത്തിൻ്റെ തൊലിയിൽ നിന്നും അതിസാരത്തിനും മലമ്പനിക്കുമുള്ള അലോപ്പതി ഔഷധങ്ങൾ വരെ തയ്യാറാക്കുന്നുണ്ട്. ആയുർവേദത്തിൽ ധാരാളമായി ഉപയോഗിച്ചു വരുന്ന ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ ഏഴിലം പാല, അതിന് സപ്തച്ഛത എന്നാ പറയാം. ഏഴിലം പാലയ്ക്ക് ഈ സപ്തച്ഛതാദി കഷായമുണ്ട്, അല്ലെങ്കിൽ സപ്തച്ഛതാദി ഗണ്ടൂഷം എന്ന് പറയും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ ഗണ്ടൂഷത്തിന്, അതായത് ഈ സപ്തച്ഛതാദി കഷായം വെച്ചിങ്ങനെ വായിൽ തന്നെ കുലുക്കുഴിയാൻ മതി. കബളം എന്ന് പറയും, ഗണ്ടൂഷ. അങ്ങനെയാണെങ്കിൽ വായിലുണ്ടാകുന്ന ഈ മുറിവുകൾ ഉറങ്ങും, പല്ലിനൊക്കെ നല്ല ഉറപ്പ് കിട്ടും. പിന്നെ ഇതിൻ്റെ ഈ പാലിൽ നിന്നുണ്ടാകുന്ന കറയുണ്ട്. ഈ പാലിൻ്റെ കറ ഈ വ്രണത്തിൽ ഉപയോഗിക്കും, അല്ല അർബുദത്തിനും ഉപയോഗിക്കുന്ന. പിന്നെ ഇത് ഈ പനിയുണ്ടെങ്കിൽ കൊടുക്കുന്നൊരു കഷായമാണ് സപ്തച്ഛതാദി കഷായം. പിന്നെ ഈ ഏഴിലം പാലയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ യക്ഷിയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ പറയുന്നുണ്ട്. അതൊരു ശാസ്ത്രീയത ഉണ്ട്. ഇതിൻ്റെ താഴെ പോയി നിൽക്കരുത്. താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ യക്ഷി പിടിച്ച് ചോര കുടിക്കുന്നു പറയും. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പാലയിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ധാരാളം പുറത്തേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ താഴെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഈ കാർബൺ ഡയോക്സൈഡ് ധാരാളം ശ്വസിക്കും. അതിൻ്റെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ രാത്രിയൊക്കെ പാലയുടെ അടിയിൽ കിടന്നുറങ്ങാൻ പാടില്ല. അതിൻ്റെ അടിയിൽ വന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ശ്വസിക്കുന്ന മുഴുവൻ കാർബൺ ഡയോക്സൈഡാണ്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് ധാരാളം ശ്വസിച്ച് കഴിഞ്ഞാൽ ഈ രക്തക്കുഴന്ന് ഈ RBCക്ക് വരുന്ന വൈകല്യം, അല്ലെങ്കിൽ ഇവിടെ പുറത്തേക്ക് ഇങ്ങനെ ഈ എക്കിമോസിസ് വരും. അതായത് ഈ രക്തക്കുഴലിൽ രക്തം കുറച്ച് പുറത്തേക്ക് വരും. ഈ കഴുത്തിലും ഈ ഇവിടെയൊക്കെ ഒരു ചുവന്ന നിറത്തിൽ, അതായത് ഈ രക്തത്തുള്ളികൾ പോരെ എക്കിമോസി എന്നതിന് പേറിയാം. അതാണ് ഈ യക്ഷി പിടിച്ചിട്ട് രക്തം കുടിച്ചു എന്ന് പറയുന്നത് പണ്ടത്തെ ആൾക്കാർ. അതാണ് ഈ പാലയുടെ അടിയിൽ കിടന്ന് ഉറങ്ങരുത് എന്ന് പറയാൻ കാരണം.